നാളെ പുതിയ ഗാനം പുറത്തിറങ്ങും എന്നുള്ളതാണ് വേടൻ പറഞ്ഞത്. പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. തെളിവെടുപ്പിനായി വനംവകുപ്പാണ് വേടനെ എത്തിച്ചത്. പുലിപ്പല്ല് കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, എവിടേക്കാണ് ഇപ്പോൾ? തൃശ്ശൂരിലെ ജ്വല്ലറിയിലാണ് ഇത് മാലയാക്കി മാറ്റിയെന്ന് പറഞ്ഞു. അവിടെയും തെളിവെടുപ്പുണ്ട്. ഇതിപ്പോൾ എവിടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്? ഇന്ന് തന്നെ തൃശ്ശൂരിലേക്കുമുണ്ടോ? ദിവിഷ, വേടൻ്റെ വൈറ്റ്ലയിലെ ഫ്ലാറ്റിൽ, അതായത് നമ്മുടെ വൈറ്റ്ല മൊബിലിറ്റി ഹബിന് തൊട്ടടുത്ത് തന്നെയുള്ള കണിയാമ്പുഴയിലെ ഫ്ലാറ്റിലേക്കാണ് വനംവകുപ്പ് എത്തിച്ചിരിക്കുന്നത്. ഈ ഫ്ലാറ്റിലെ 6ാം നിലയിലാണ് വേടൻ താമസിച്ചിരുന്നത്. ആ ഫ്ലാറ്റിൽ നിന്നാണ് കഞ്ചാവടക്കം പോലീസ് റെയ്ഡ് നടത്തി പിടിച്ചെടുത്തത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വേടനെ എത്തിച്ച് വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തുന്നത്. ഇത് ഈ പുലിപ്പല്ല് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ദീർഘകാലമായി താമസിച്ചിരുന്നത് ഈ ഫ്ലാറ്റിലാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പ് നടക്കുന്നത്. അടുത്ത ദിവസം തൃശ്ശൂരിൽ എത്തിച്ചും തെളിവെടുപ്പുണ്ടാകും. അതായത് തൃശ്ശൂരിലെ വിയ്യൂരിൽ വെച്ചാണ് ഇയാൾ ഈ മാല ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ വനംവകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് ചെന്നൈയിൽ നിന്ന് ഈ പുലിപ്പല്ല് കിട്ടി, അതിനുശേഷം അത് ലോക്കറ്റാക്കി എടുത്തത് തൃശ്ശൂർ വിയ്യൂരിലുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ വഴിയാണ് എന്നതാണ് വനംവകുപ്പിനോട് സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിയ്യൂരിലടക്കം എത്തിച്ച് വിശദമായ തെളിവെടുപ്പുണ്ടാകും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, 1 വർഷം മുൻപാണ് ഈ പുലിപ്പല്ല് കിട്ടിയതെന്നതാണ് വേടൻ വനംവകുപ്പിനോട് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വെച്ചാണ് തൻ്റെ ഒരു ആരാധകൻ ഇത് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആവർത്തിച്ച് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴൊന്നും തന്നെ കൃത്യമായ മറുപടികളിലേക്ക് വേടൻ പോകുന്നില്ല. അതേസമയം പറഞ്ഞത് നാളെ തൻ്റെ പുതിയൊരു ആൽബം റിലീസ് ആകുന്നുണ്ട്, അത് കാണണം, കണ്ടിട്ട് മറുപടി പറയണമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വേടൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ പുലിപ്പല്ല് നൽകിയതാര് എന്നത് സംബന്ധിച്ച് ഇയാൾ പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്ത് എന്നയാളാണ് ഈ പുലിപ്പല്ല് നൽകിയിരിക്കുന്നത് എന്നതാണ്. അത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അയാൾ ഈ ഇന്ത്യൻ പൗരനല്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഫ്രാൻസിലോ UK-യിലേക്കോ ഉള്ളൊരു വ്യക്തിയാണ്, തമിഴ് വംശജനാണ് എന്നത് മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിന് മനസ്സിലായിരിക്കുന്നത്. അയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഇതെവിടെ നിന്നാണ് ഈ പുലിപ്പല്ല് കിട്ടിയതെന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലെ അയച്ച് ഈ പുലിപ്പല്ല് ശാസ്ത്രീയമായ പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ തന്നെ ഇത് പുലിപ്പല്ല് തന്നെയാണ് എന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഇപ്പോൾ കേസെടുത്ത് തുടർ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ 2 ദിവസത്തെ കസ്റ്റഡിയാണ് വനംവകുപ്പിന് അനുവദിച്ചിരിക്കുന്നത്. ആ 2 ദിവസം കൊണ്ട് പരമാവധി തെളിവുകൾ ഈ കേസിൽ ശേഖരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ തിരികെ ഹാജരാക്കുക, അതാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ദിവിഷ്, ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത്. പുലിപ്പല്ല് കൈവശം വെച്ച കേസിലാണ് ഇപ്പോൾ വനംവകുപ്പ് നടപടികൾ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം ഇനി ഇത് മാലയാക്കി മാറ്റിയ തൃശ്ശൂരിലെ ജ്വല്ലറിയിലും വേടനെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് വനംവകുപ്പ് ആവശ്യപ്പെട്ടത്. അടുത്ത പാട്ട് റിലീസ് മോനലോക എന്നാണ് പാട്ടിന്റെ പേര്. എല്ലാരും പാട്ട് ടൈപ്പ് വേട്ടയാടുന്നു തോന്നുന്നുണ്ടോ? പുലിപ്പല്ലിനെ പറ്റിയതിലും അത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നതായിരുന്നു. നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാൻ പാടില്ല. നാളെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ട് എന്നുകൂടിയാണ് വേടൻ പറഞ്ഞത്. ഒപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചു. ഈ പുലിപ്പല്ല് ഇങ്ങനെ ഒരാൾ തന്നതാണ്, അത് പുലിപ്പല്ലാണോ എന്ന് തനിക്ക് അത്ര അറിയില്ലായിരുന്നു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നു എന്നാണ് വനംവകുപ്പും ഒക്കെ നേരത്തെ പറഞ്ഞത്.